ജലദോഷമാണ്. അപ്പോൾ നല്ലൊരു കൈയോട് കൂടി നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രോഗ്രാം? പറഞ്ഞോളൂ വേഗം. നമ്മുടെ ഹലോവിൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. ഡെഫിനറ്റ്ലി. കണ്ടസ്റ്റൻസ് ബാക്ക് സൈഡിൽ നിൽപ്പുണ്ട്. നമ്മുടെ കൊച്ചു ടി വിയുടെ കൂട്ടുകാരും അതോടൊപ്പം തന്നെ കിഡ്സ് വേൾഡിലെ കൂട്ടുകാരുമാണ്. അപ്പോൾ നമുക്ക് അവരുടെ പോയി ഒന്ന് എൻജോയ് ചെയ്യണം. എന്ത് ഡ്രസ്സാണ്, എന്ത് കോലത്തിലാണ്, എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ അതിന് മാർക്കിടും. അവിടെ നമ്മുടെ ജഡ്ജസ് ഇവിടെ ഇരിപ്പുണ്ട്. സാർ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ്. യെസ്, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പോൾ നമ്മുടെ പ്ലീസ് നോട്ട്. ഓക്കെ, നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. യെസ്, അവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ നിൽക്കണമെങ്കിലും അവിടെ നിൽക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ദ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഓൺ ദി സ്റ്റേജ്. എന്താവുന്ന അറിയാൻ പറ്റില്ല. ജഡ്ജസിന്റെ കയ്യിലാണ് എല്ലാം. യെസ്, പ്ലീസ്. The third contestant on stage. അടിപൊളിയായിരുന്നു. ഇവിടെ റൗണ്ട് ഒക്കെ ചെയ്ത് ജഡ്ജസിനൊക്കെ ഒന്ന് സോപ്പ് ഇട്ടിട്ടെന്ന് തോന്നുന്നു. ആ സോപ്പിലൊന്നും വീഴുന്നവരല്ല. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിച്ചാലോ? ഡെഫിനറ്റ്ലി. യെസ്.
അറിയോ? എന്താ പേര്? പേരില്ല. പേരില്ല. ഒരു പേര് പറഞ്ഞേ. എന്തെങ്കിലും പേര് പറ. എന്തെങ്കിലും പേര്. ആകെ പേടിച്ചിരിക്കാണപ്പാ. ഒട്ടി പിടിച്ചിരിക്കാണ്, ആക്ച്വലി വിടുന്നില്ല. അയ്യോ വേദാളം. പക്ഷെ ടേബിളിൽ ഫ്രണ്ട് കയറ്റിയപ്പോ കാലൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു, റിലാക്സ്ഡ് ആയിട്ട്. യെസ്. അപ്പോൾ നമ്മുടെ ജഡ്ജസിനൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വിളിച്ചാലോ? ഓക്കെ, ഡെഫിനറ്റ്ലി. ഇതിൽ ഞങ്ങൾ കൊണ്ടുപോവാണ്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് പ്ലീസ്. മോനെ കുട്ടിച്ചാത്ത ഒന്ന് പേടിപ്പിക്കുക. മോളാണോ? കുട്ടിച്ചാത്തയാണോ? മോളൊന്ന് പേടിപ്പിക്കേ. ഒച്ചയൊന്നും പോവൂല അവിടെ ഒന്നും. അതുകൊണ്ടല്ല, കാർട്ടൂൺ കഥാപാത്രങ്ങൾ സാധാരണ സംസാരിക്കാറില്ല. നല്ല കൈഡി കൊടുക്കും, നല്ല രസമുണ്ട്. താങ്ക് യു. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. വേണ്ട, എവിടേക്കാണോ? റൂബി, ഒരു തമാശ അറിഞ്ഞോ? എന്താണ്? നമ്മളെ ലുട്ടാപ്പിനും കൂടി നീ പോയില്ലേ ജഡ്ജസിന്റെ അടുത്തേക്ക്? നമ്മുടെ കുഞ്ഞുമോളില്ലേ അവിടെ? കുഞ്ഞുമോള് പതുക്കെ പമ്മി പോയിട്ട് വാല് പിടിച്ച് മാറ്റി നിൽക്കായിരുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്, ഇതൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം നാടകം കളിക്കാൻ സ്റ്റേജ് ചെയ്യുമ്പോൾ എൻ്റെ അമ്മ ഫ്രണ്ടിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗുണ്ടയായിട്ടൊക്കെ എന്നിട്ട് ഞാൻ അമ്മച്ചി നീ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രേതമായിട്ടൊക്കെയാണല്ലോ ആൾ വരുന്നത്. അപ്പോൾ അവിടെ അമ്മയല്ലല്ലേ, ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്തല്ലേ, പക്ഷെ പ്രേതം പേടിച്ചു പോയി. ഓക്കെ, അല്ല മാതാപിതാക്കളായാലും പറയുകയാണ്, അവർ പ്രേതമായിട്ട് വരുന്നെങ്കിലും ടെൻഷൻ അടിച്ചാൽ നിൽക്കുന്നത് വണ്ടാരം എന്താവും എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒരു ചെറിയ അനക്കം പോലും അവർ ഇതായി പോകും അല്ലേ, ഡിസ്റ്റർബ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കുട്ടികളെല്ലാരും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ്. അപ്പൊ ഇവിടെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് അവരെ ഫ്രീ ആയിട്ട് വിടുക. അവിടെ നിന്ന് കയറ്റി വിടുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ മനോധർമ്മം എങ്ങനെയാണോ അതിനനുസരിച്ച് അവർ പ്രസന്റ് ചെയ്യട്ടെ. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ അവരെ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. ബാക്കി അവരുടെ മനോധർമ്മം എങ്കിലല്ലേ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷന്റെ അർത്ഥമുള്ളൂ. അപ്പം മുമ്പിലും പുറകിലും നിന്നൊന്നും കയ്യും കാലും ഒന്നും കാണിക്കേണ്ട, ഓഡിയൻസ് ഇന്ററാക്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. Thank you, ma'am. Thank you so much. The 7th chess number on the stage. ചെറിയ കുട്ടിയാണ്, നമുക്കറിയാം, കോമ്പറ്റീഷൻ ആണ്, എല്ലാ കാര്യങ്ങളും അറിയാം. അടുത്ത
9, 10 ജഡ്ജസ് പ്ലീസ് നോട്ട്. 8, 9, 10 കണ്ടസ്റ്റൻസ് പേടിച്ച് മാറി നിൽക്കണ്ട. അവർ വരും എന്തായാലും വരും. ചെറിയൊരു 11ന് വിളിക്കാം. Okay, thank you. നമ്മള് എന്താ പറയാ ഗോസ് എന്ന് പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ ഇന്നിപ്പോ ഓർത്തു. കാരണം എന്താ വെച്ചാൽ ചോര കുടിക്കാൻ വരുന്ന ഗോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ എന്നെ ഹെൽപ്പ് ചെയ്യൂ ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്ന ഒരു വേറെ തരം ഗോസ്റ്റ്. ഇത് ആ ഒരു ഗണത്തിൽ പെടുന്നാണ് എനിക്ക് തോന്നണേ. അതെ, വിളിക്കൂ, വരൂ വരൂ, എന്നെ ആരും രക്ഷിക്കും. പക്ഷെ നമ്മൾ പ്രേതക്കട ഓടിപ്പോവല്ലോ. ഇത് ഒരു വേറെ തരം ഗോസ്റ്റ് ആയി ആകെ പേടിച്ചു. എന്തായാലും വെരി ഗുഡ്, വെൽ ഡൺ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെസ് നമ്പർ 12, ചെസ് നമ്പർ 12 on the stage, please welcome. ഹലോ, ആ പുള്ളി ഒന്ന് ബാത്റൂം ചോദിച്ചാ. ബാറ്റ്മാന് മൂത്രം ഒഴിക്കാൻ മുട്ടി. ഇതല്ല ബാത്റൂം, ഇതല്ല ലോ ലാവട്ടെ. ഓക്കേ, 13 പേടിച്ചിരിക്കാണ് ആക്ച്വലി. യെസ്, അപ്പോൾ നമുക്ക് 14 വിളിക്കാം. 14 വിളിക്കാം. യെസ്, കണ്ടസ്റ്റന്റ് നമ്പർ 14 on the stage, please welcome. വെറുതെ പോവാണോ? ഒന്ന് സംസാരിക്കാനില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, ആൾക്കാരെ പേടിപ്പിക്കൂ, പേടിപ്പിച്ച് ഇളക്കൂ. ആ സാറിന്റെ ചെവിയൊക്കെ പിടിച്ചു തിരിച്ചു കൊടുത്തേ. സാറിന്റെ ചെവി പിടിച്ച് തിരിച്ചു. ഷൂ പറഞ്ഞ അനുസരിക്കുന്ന പ്രേതം. പുള്ളിക്കാരുടെ പേടിയില്ല, പുള്ളിക്കാർ അതിലും വലിയ പ്രേതാണെന്ന്. മോനി മാസ്ക് മേടിച്ചപ്പോ പേടിച്ചായിരുന്നു. മോനാണോ മോളാണോ? ഞാൻ മോളല്ല, മോനാന്ന്. അത് കലക്കി. കൊള്ളാം. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വിളിച്ചാലോ? ഡെഫിനറ്റ്ലി. യെസ്, നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നമ്പർ 15.
പൊക്കോളൂ. യെസ്, അപ്പോൾ നമ്മൾ 15 കണ്ടസ്റ്റൻസിനെ കണ്ടു. അതിന്റെ ഇടയ്ക്ക് 2-3 പേര് മിസ്സിംഗ് ആണ്. സ്വന്തം രൂപം കണ്ണാടി കണ്ട് പേടിച്ചിരിക്കുകയാണ് അവിടെ. വൈകാതെ വരും. ഓക്കെ, നമുക്ക് ഒരു പരിപാടി ഉണ്ട്. സോനി മാമിനെ വെൽക്കം ചെയ്യാം സ്റ്റേജിലേക്ക്. ഓക്കെ, ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. എല്ലാം കൂടെ ഹായ് പറഞ്ഞേ. ഹായ്. ആർക്കാ പ്രൈസ് വേണ്ടേ? ഇവിടെ ടോയ്സ് വേണ്ടേ? ഗിഫ്റ്റ്സ് വേണ്ടേ? ഓക്കെ, എന്നാൽ കുറച്ച് പിള്ളേരൊന്ന് മുമ്പോട്ട് വരുമോ? നമുക്ക് ഗെയിം കളിക്കാം. ഓടി വന്നല്ല. വെരി നൈസ്, സ്മാർട്ട്, വെരി ഗുഡ്. ഓക്കെ, വെരി സ്മോൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹാലോവീൻ എന്താന്ന് ആർക്കറിയാം? അവർക്ക് മാത്രം അറിയാം ഹാലോവീൻ എന്താന്ന്. പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അച്ഛനോ ഇതായത്. ഓക്കെ, ഹാലോവീൻ എന്താന്ന് പറയോ? പ്രേതങ്ങളൊക്കെ വരണ ഒരു ദിവസം. പ്രേതങ്ങളൊക്കെ വരുവോ? എവിടുന്ന് വരും? ഇല്ല, പക്ഷെ പേടിക്കണ അമേരിക്കയിലൊക്കെ അവിടെ ഇത് ആവും. അമേരിക്കയിലേ ഉള്ളൂ, ഇന്ത്യയിലൊന്നും വരുത്തൊന്നും ഇല്ല. ഇന്ത്യയിൽ എങ്ങനെ വരാനല്ലേ? അവര് ട്രിക്ക് ആൻഡ് ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും മിഠായി ഒക്കെ വാങ്ങിക്കും. ആ കാര്യമുണ്ട്. വെൻ ഇസ് ഹാലോവീൻ? ഹാലോവീന്റെ ഡേറ്റ് പറഞ്ഞ? October 31st. Okay, I'll start off with you. What's your name? ജെക്കോ. Okay, Jeko, എല്ലാവരും കൂടെ കൈ അടിച്ചേ. Okay, he said the date. ഹാലോവീന്റെ ഡേറ്റ് October 31st. And ഹാലോവീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൊച്ചിന്റെ ഇങ്ങോട്ട് വാ, മുകളിൽ കേറ്. എന്താ കൊച്ചിന്റെ പേര്? മിഹിര. Okay, മിഹിരയ്ക്ക് ഒരു പ്രൈസ് തന്നെ. All right, everybody clap your hands. Congratulations. Halloween is a day ghosts and wizards and witches ഒക്കെ വന്നിട്ട് നമ്മളെ പേടിപ്പിക്കാൻ നോക്കും. പേടിക്കുവോ? ഏയ്, Halloween songs ആർക്കെങ്കിലും അറിയോ? Itsy bitsy spider went up the water spout. Down came the rain and washed the spider out. Nobody knows that song? Okay, we are going to do Itsy Bitsy Spider. Okay, it's an action song. Spiders in the killer ദിവസമല്ലേ Halloween. Okay, അത് correct ആയിട്ട് action ആരാ? Yeah, very nice. Show that action. കാണിച്ചേ. Very nice. That's the action. എല്ലാവരും കാണിച്ചേ. Itsy bitsy spider went up the water spout. Down came the rain and washed the spider out. Out came the sun and dried up all the rain. And the itsy bitsy spider went up the spout again. Good. ഇത്രേ ഉള്ളൂ കാര്യം. Okay, spiders in the song. So whoever does the best will get a prize. Done? Ready? Itsy bitsy spider went up the water spout. Down came the rain and washed the spider out. Very good. Out came the sun and dried up all the rain. And the itsy bitsy spider went up the spout again. Very nice. This rehearsal ആയിരുന്നു. Everybody ready? 1, 2, 3. Itsy bitsy spider went up the water spout. Down came the rain and washed the spider out. Out came the sun and dried up all the rain. And the itsy bitsy spider went up the spout again. Everybody put your hands together. 1, 2, 3. Itsy bitsy spider went up the water. Wow. Down came a rain and washed the spider out. And came a sun and washed all the rain. And the spider and up over the rain. Very nice. കണ്ടോ? So smart അല്ലേ? മാഡത്തിന് ഇഷ്ടമായോ? ആ മോള് തന്നെയാണോ? ആ മോളിൽ നിന്നേ. What is the മോളൂസ് name? പൂജ. പൂജ കുട്ടി പോയിട്ട് പാർട്ടി സ്റ്റോറിൽ നിന്നാ ഗിഫ്റ്റ് എടുത്തേ. Good job, പൂജ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് 60 on the stage. നല്ല അടിപൊളിയായിരുന്നു അല്ലേ? ഈ കുട്ടി എന്നെ വിട്ട് പോവില്ല. നിനക്കൊരു കാര്യം അറിയോ? അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. യെസ്, അപ്പൊ ഈ പ്രേതത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ചിരിച്ചോണ്ടാണ് പുള്ളിക്കാരത്തെ പെർഫോം ചെയ്തത്. എന്തൊരു ചിരിയോ! പ്രേതമൊക്കെ ഇങ്ങനെ ചിരിക്കും. അത് പ്രേതത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലസന്റ് ഫേസസിൽ ആൾക്കാരുണ്ട്. എന്നെ കണ്ടിട്ടില്ല, എപ്പോഴും ചിരിയല്ലേ? അതെ, കണ്ടിട്ട് പേടിയാവണു. യെസ്, അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ് വിളിക്കാം. കണ്ടസ്റ്റന്റ് നമ്പർ 70 on the stage.
സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ് അല്ല ചേട്ടത്തി പ്രേതം അനിയൻ പ്രേതം കൊണ്ടുവന്നതാണോ? ആണോ? മോളുടെ അനിയനാണോ അത്? ആണോ? 2 പ്രേതങ്ങളും കൊള്ളാം കേട്ടോ. അച്ഛൻ പ്രേതം അമ്മ പ്രേതം ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടല്ലോ. എന്നാ നടക്കട്ടെ. ഭയങ്കര ക്യൂട്ട് ആയിരുന്നു. ഇതില് ആ ചേച്ചിക്ക് ഞങ്ങൾ ഡബിൾ മാർക്ക് കൊടുക്കുക. അതെ അതെ, അനിയനോടുള്ള ആ ഒരു കെയറിംഗ്. ഓ അത് അപാരം. കൈയടിക്കൂ. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ് വിളിച്ചാലോ? നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നമ്പർ 18. ഞങ്ങൾ ഡീസന്റ് ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പോയതും കണ്ടില്ല അല്ലേ? ആരവിടെ? ആ പ്രേതത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരൂ. നിക്കില്ല. ചോക്ലേറ്റ് ചോക്ലേറ്റ് ബാ. നിങ്ങളെ കണ്ട് പേടിച്ചതാ. ഞങ്ങൾ പിടിച്ചു കെട്ടി കൊണ്ടുവന്നത്. അവന് പിടിച്ചു. ഇരിക്കിവിടെ. ഉത്തരവ് തമ്പ്ര. കരയുന്നുണ്ട്. ഞാൻ ഓടുവാണ്. ഇപ്പൊ കരയും. കരഞ്ഞു. യെസ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് 20. യെസ് 20. I think 20 is ready, right? 20 റെഡി ആണെന്നാണ് എൻ്റെ വിശ്വാസം. 20 on the stage. Yes. Yes, he is ready, definitely. ഈ പൂച്ച വളരെ കുറച്ച് സംസാരിക്കുകയുള്ളൂ. ഒറ്റ മിയാവ് മതി. ഒരു മിയാവും കൂടെ. നമ്മളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പേരൻസ് എല്ലാവരും കുട്ടികളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നാളെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കുന്ന ആൾക്കാണ്. നമ്മൾ എന്താ ആവശ്യമുണ്ടെങ്കിലും അല്ലേ? അപ്പൊ കുട്ടികളുടെ സ്റ്റേജ് ഫിയർ മാറാൻ. സത്യം പറഞ്ഞാല് എനിക്ക് ആ പൂച്ചയുടെ ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ടാണ് പൂച്ചയുടെ ചേച്ചി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചി ഇല്ലായിരുന്നു. സങ്കടം, കണ്ണീര്. ഇതുപോലെ ഉണ്ടാവാറുണ്ടോ? 21 സ്വന്തം മുഖം കൊണ്ട് കണ്ണാടിയിൽ കണ്ടതുകൊണ്ട് പേടിച്ച് കരയാണ്. 23 judges please now. Wow! അടിപൊളി. മമ്മി ഒരു സംശയം, എന്തെങ്കിലും ഹോൾ ഇട്ടിട്ടുണ്ടോ? It's transparent. Oh, it's okay, no problem. Okay. Hi. തിരിച്ച് റിപ്ലൈ ഒന്നുമില്ല. എനിക്കൊരു സംശയം, പുള്ളി
He is trying out something to do. എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. Yeah. ആ വേറൊരു കുട്ടി പുറകിട്ട് പേടിപ്പിക്കുന്നുണ്ട്. ആ ചേച്ചിനെ പേടിപ്പിച്ചേ. മതിയോ? കഴിഞ്ഞോ? പാവായി വയ്യാതായി. Anyways, നല്ലൊരു കൈയടി. ഓടുക. 25ഉം 26ഉം ഒരുമിച്ചാണ് വരുന്നത്. ഞങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ? ചേച്ചിമാരില്ലേ? ചേച്ചിമാരുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ? യെസ്. ബാ നടന്നോ. ദ പെയർ ജോഡിയാണ് സർ. എനിക്ക് ഇപ്പുറത്തെ കൈ പിടിക്കാൻ പറ്റില്ല, എന്നെ മാന്തും. പതുക്കെ നമ്മൾ ഈ കല്യാണ ചെക്കനും കല്യാണം കൊണ്ടല്ലേ ആ ഒരു പേടിപ്പിച്ചേ. ഒന്ന് വരട്ടെ. രണ്ട് ഒച്ച ഉണ്ടാക്കി. ചൂല കൊണ്ടുണ്ട്. പ്രേതത്തിന്റെ സൗണ്ട് സൗണ്ട് ഉണ്ടാക്കി. ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഒന്നും വരില്ല. നോക്ക് പോവല്ലേ പോവല്ലേ. എനിക്കിനി വേണ്ട, മതിയായി. ആ അവൾ എന്തോ ചെയ്യണ്ട. ചെയ്തോ. ഓടിക്കോ എന്തോ ചെയ്തോ. ചെല്ല് ചേച്ചിയുടെ പോ. അവിടെ അമ്മൂമ്മേനെ പോയി പേടിപ്പിക്കുകയാണ്. ഒന്നോടി മോളെ പോവല്ലേ. അയ്യോ അവൾ ഓടിപ്പോയി. എന്തായാലും എനിക്ക് സൗണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ആദ്യമായിട്ടാണ് വാ തുറന്ന് സൗണ്ട് ഉണ്ടാക്കണത്. ആ സൗണ്ട് വിളിച്ചു. എന്റെ അമ്മ മാറിയിക്കട്ടെ. Scary. I am Dracula, the prince of darkness. In the darkest night, I will be there in your windows to drink blood from your body. വിട്ട് കൊല്ല്. പറന്ന് എന്തോ ഉരുണ്ട് വരുന്ന ഡ്രാക്കുള. നല്ലൊരു കൈയടി. This we are called new generation Dracula. New generation. ഡ്രാക്കുള കാണാതെ പഠിച്ച് ഇംഗ്ലീഷിൽ എന്തോ കാര്യമുണ്ടെന്ന് ജഡ്ജസ് തോന്നിയാൽ ഒരു മാർക്ക് എക്സ്ട്രാ കൊടുക്കും. Wow, that's so new. നമുക്ക് നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വിളിച്ചാലോ? 28, right? 28 on stage. Judges please note 28th on the stage. വയസ്സായി. Oh my god. അങ്ങോട്ട് ചെന്നു, ജഡ്ജസിന്റെ അടുത്തേക്ക് ചെന്നു. ഓടിക്കോ. ദൈവമേ വീഴോ. വന്ന് പിള്ളേരൊക്കെ ജഡ്ജസിന്റെ അടുത്ത് പോയിട്ട് പെർഫോം ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ആ പാട്ടിന് പറ്റിയതാണ്. അണ്ടാ ലൈറ്റ് പോയി. ലൈറ്റ് ഒക്കെ പോയി. കേമനോടെ കേമി ചെയ്യണോന്ന് അറിയില്ല. പാസ് ഇട്ടിട്ടുണ്ട്. കേമിയാണ്. കേമി ഞങ്ങൾ കാണുന്നുണ്ടോ? കണ്ണ് കാണുന്നുണ്ടോ? ഹലോ പറഞ്ഞേ. താങ്ക് യു പറഞ്ഞേ. Thank you so much. In our next contestant 29 on stage. ഓ റെഡിയാണ് വിളിക്കാരൻ. അത് ഓടിപ്പോയി പേടിച്ചു പോയി. ആരെ കണ്ടാ പേടിച്ചത്? നിന്നെ കണ്ടിട്ട്. എന്നെ കണ്ടിട്ടൊന്നുമല്ല. ഒന്നും പറയില്ലേ. ചേട്ടനെ കണ്ടിട്ടല്ലേ? ഒന്ന് കറങ്ങി പൊക്കോ. കറങ്ങി പോയി റൗണ്ട് അടിച്ചു പോയി. പേടിപ്പിച്ചേ. ഇനി ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചേ. പേടിക്കണോട്ടാ. Thank you so much. Thank you. പാമ്പ് ചീറ്റുന്ന പോലെ ചീറ്റുന്നുണ്ട്. ഒന്നോട് ചീറ്റിക്ക്. എന്റെ ദൈവമൊക്കെ എവിടുന്ന് വരുന്നു. പൊക്കോ, ജഡ്ജസിന്റെ അടുത്തേക്ക് പൊക്കോ. പേടിപ്പിച്ചിട്ടൊക്കെ വാ. He's so active. ജലദോഷമാണോ?
രക്തം കുടിച്ചപ്പോഴാണോ പല്ല് പോയത് 2 എണ്ണം? അതിന് മറുപടി ഇതിന് മാത്രമേ ഡയറക്ഷൻ ഉള്ളൂ, വേറെ ഒന്നും മിണ്ടരുത് എന്നാണ് പേരൻസ് പറഞ്ഞേക്കുന്നത്. Where is your 2 teeth? അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയതാണ്. റൗണ്ട് ചെയ്തിട്ട് വാ. ഞങ്ങളുടെ അടുത്തേക്കല്ല, അങ്ങോട്ട് അങ്ങോട്ട് പേടിപ്പിക്കേ. അവിടെ 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 ഉണ്ട്. ആ മോളിനെ പേടിപ്പിച്ചേ. കുത്തി കാണിക്കാം അവിടെ ചെന്നിട്ട്. മാം പേടിച്ചു. മാമിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇങ്ങനെയുണ്ട്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കൊഞ്ഞിനെ കുത്തി കാണിക്കും. ഞാൻ പ്രേതാടോ എന്ന് അറിയില്ല, ചതിക്കത്തെ ചഞ്ചല അതുപോലെ. Thank you so much. Next number 32 on the stage. Judges, please note 32. Oh my God. Hi പറഞ്ഞേ. Hi. Yay, പോകോ. ഓടിക്കോ, എല്ലാരും പേടിപ്പിച്ചോ. ഇന്ന് അവസരം കിട്ടുള്ളൂ, നാളെ കിട്ടില്ല കേട്ടോ. ഇതെന്താ തിരിഞ്ഞേ തിരിഞ്ഞേ? ഇതെന്താ ഈ കയ്യിൽ വെച്ച് ഇട്ടിരിക്കുന്നേ? ഇതിന്റെ കളർ എന്താണ്? പച്ച. മഞ്ഞയാണ്. മഞ്ഞയാണ് correct. മഞ്ഞ. Anyways, thank you. Thank you. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് 33 on stage. 33 റെഡിയാണ്. എന്റെ അമ്മ, എനിക്ക് വയ്യ. എന്താണ് ഈ കാണുന്നത്? Don't smile, പ്രേതം. Come on. മഞ്ചാണ് കയ്യിൽ പ്രേതത്തിന്റെ. ഞങ്ങളുണ്ട്, പേടിക്കണ്ട. ഞങ്ങളെക്കാൾ വലിയ പ്രേതത്തിന്റെ കയ്യിൽ മഞ്ചുണ്ട്. ഒരു മിനിറ്റ്. ദൈവമേ, നീ വസ്ത്രശേഷം സാരി അഴിഞ്ഞ പോലെ പോയില്ല, കുട്ടി അഴിഞ്ഞു പോയില്ല. സാരില്ല, മഞ്ചൊക്കെ തിന്നോ. മഞ്ച് ഞങ്ങൾ മഞ്ച് കഴിച്ചേ വരുള്ളൂ. നോക്കി നോക്കി ഇറങ്ങ്, നോക്കി. ഈ സാരി ആരോടിപ്പിച്ചെന്നാവോ? മഞ്ജു ചോദിക്കരുത് കേട്ടോ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. മഞ്ജു ചോദിക്കരുത്. ഭക്ഷണമാണ്. ഇതെന്നാ പ്രേതമായത്? അമ്മേ, എവിടെ നിർത്തടാ, നിർത്ത്. നിർത്തടാ, നിർത്ത്. നിക്ക്, അവിടെ നിന്നോ. മൊബൈലിൽ ചവിടാണ്ടിരുന്നാ മതി. അവിടെ നിന്നോ. ആഹാ, ഒരു ഹലോ പറഞ്ഞേ. മഞ്ജു പിന്നെ തന്നെ ഹലോ പറ. ഇനി ഹലോ പറഞ്ഞിട്ട് വേണം ആ മഞ്ച് ഞങ്ങളുടെ മുഖത്ത് തെറിക്കാൻ. കുഴപ്പമില്ലല്ലേ? എന്താണ് പ്രേതത്തിന് പറയാനുള്ളത്? എന്താ പ്രേതത്തിന് പറയണ്ടേ? ഇത് പ്രേതമല്ല, യുനോ, നീലി, കള്ളിയാങ്കാട്ട് നീലി. ഓ, ലേറ്റസ്റ്റ് വേർഷൻ. അതെ, മുടിക്ക് കറണ്ട് അടിച്ച നീലി. അയ്യോ, എന്നാൽ എന്റെ മോള് മുടി. എന്നാലും സുന്ദരിയാണല്ലേ? വാ, പോരട്ടെ പോരട്ടെ. നോക്കട്ടെ, എല്ലാരും ക്യാമറയിലേക്ക് കാണട്ടെ. ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. ഹായ് പറയാൻ പറ്റില്ലല്ലേ? നീലി ചോരയൊക്കെ തന്നെയാണ്. നമുക്ക് ഹായ് ഒന്നും വേണ്ട. എനിവേസ്, താങ്ക് യു. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് 34 on stage. എന്റെ അമ്മോ, വാളൊന്നും വേണ്ട. വാള് നീ ഒന്നിട്ടിട്ട് വാള് വേണ്ടേന്നോ? അപ്പൊ അങ്ങനെയല്ലേ പറയുള്ളൂ. വൈഗ. പ്രേതത്തിന്റെ പേര് വൈഗ. വൈഗ എന്നാണ് പേര്. ഈ പ്രേതത്തിന്റെ പേര് എക്സ്ക്യൂസ് മീ, 2 പ്രേതംസ്. ഇതിന്റെ ചെസ്റ്റ് നമ്പർ എത്ര? 34. ഓക്കേ. നമ്മളെ അങ്ങനെ പ്രേതമാക്കി. എവിടെ പഠിക്കണേ? കിഡ്സ് വേൾഡില്. കിഡ്സ് വേൾഡിലാണ് പഠിക്കണേ. അമ്മോ, ആരാണ് പഠിപ്പിക്കുന്നത്? ഷോന മാമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് പോയാലോ? പോവാം. വാളൊക്കെ പിടിച്ചോ.
ഇത് ഫുൾ പൗഡറിൽ മുങ്ങിക്കുളിച്ച് വന്നേക്കാണ്. എടുത്ത് കയറ്റി വെക്കാണോ? മോളെന്തെങ്കിലും കഴിച്ചോ? അവിടെ ഓക്കെ. ഞങ്ങളെ കഴിക്കാത്ത മോൾ എന്ത് കഴിച്ചു? എന്താ കഴിച്ചേ? ചോറ്. ചോറാണോ കഴിച്ചത്? നിങ്ങളുടെ നാട്ടിലെ പ്രേതങ്ങളൊക്കെ ചോറാണോ കഴിക്കുന്നത്? ആണോ? നല്ല കേട്ട മിസ്റ്റേക്ക്. ചോരാന്ന കുട്ടി പറഞ്ഞു. ഓ, ചോരയാണ്. യാ 35 on stage. ആക്ച്വലി അമ്മയാണോ ചേച്ചിയാണോ? അമ്മയാണ്. മീശ ഉണ്ടായിരുന്നോ? സ്റ്റൈലാണല്ലേ? അങ്ങനെയാണ്. പുതിയൊരു പ്രേതമാണോ? ഓക്കെ. ഒറ്റയ്ക്ക് വന്നാലേ സമ്മാനം തരത്തുള്ളൂ. ഏത് ഭൂതമാ? അങ്ങനൊന്നുമില്ല. ഭൂതം. ഭൂതം. ഒന്ന് കറങ്ങിട്ട് പോവാ മോനെ അവിടെ ഒന്ന്. ഒറ്റയ്ക്ക്. അമ്മ എവിടെ നിൽക്കട്ടെ? ചെല്ല്, പോയി പേടിപ്പിച്ചിട്ടോ. ചെല്ല്. ആ അമ്മച്ചിയൊക്കെ ഒന്ന് പേടിപ്പിച്ചിട്ടോ. ചെല്ല്, ഓടി ചെല്ല്. He's doing skating. Mummy makes a mummy. Egyptian mummies ne ellarku ariyavo? Egyptian mummy endana? Engane Egyptian mummy irikine? Vella thuniyum kondu round aayittu wrapped aayittulla irikine. Appo adukonde inni ivide ee stage il nikkana mummy mare avare pillere veroru mummy aakum. Okay? You know the rules, ladies and gentlemen. Mummy make mummy. Time 2 minutes. You have to wrap her or him and avaru anangada pillere anangada kaiyikku thaai vechu anangada irikkanam. ഏറ്റവും ബെസ്റ്റ് ഡെക്കറേറ്റഡ് മമ്മിക്ക് പ്രൈസ് കിട്ടും. റെഡി, സ്റ്റഡി, ഗോ. മമ്മീനെ വിളിച്ചിട്ട് ഏത് ഏറ്റവും വലിയ നല്ല മമ്മീന്ന് ചോദിക്കാം. മാഡം പ്ലീസ്. മമ്മിയാണോ പറയണ്ടേ കുട്ടിയാണോ പറയണ്ടേ? കുട്ടി മമ്മിയാണോ വലിയ മമ്മിയാണോ? നമ്മുടെ ഫ്രണ്ട്ലി കുട്ടി മമ്മി ഏറ്റവും ചെറുത്. കാരണം അതിൻ്റെ അകത്ത് റാപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ബുദ്ധിപരമായിട്ട് ആ കുട്ടിമമ്മിയുടെ മമ്മിയാണ് ചെയ്തത്. കാരണം ആദ്യമേ താഴെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. മറ്റവരൊക്കെ ഒന്ന് ട്രൈ നോക്കി, പിന്നെ അഴിഞ്ഞു പോയി, പിന്നെ കിട്ടിയെടുത്തുനിന്ന് അങ്ങനെ ഇട്ടു, അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തവരുണ്ട്. ഇവിടെ ഈ ചേട്ടൻ മമ്മിയും അതേപോലെയൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തു. എന്നാലും ലേഡീസ് ഫസ്റ്റ് അല്ലേ? അപ്പോൾ കുട്ടി മമ്മി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ കുട്ടി മമ്മി ഇങ്ങോട്ട് വന്നോളൂ. ബാക്കിയാരും അനങ്ങരുത്, അവിടെ തന്നെ ഇരിക്കണേ. മമ്മിയുടെ പേരെന്താന്ന് പറ. രജിത. കുട്ടി മമ്മിയുടെ പേരെന്തുവാ? രുദ്ര. രുദ്രയ്ക്ക് ഒരു വലിയൊരു കൈയടി പ്ലീസ്. This is the best big mummy and this is the best small mummy. So a big prize from Party Store. Congratulations Molu.
हनी सिंह मूछों को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के मूछों को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के और रजनी फैंस डोंट मिस द चांस और रजनी फैंस डोंट मिस द चांस गाना बजेगा ऑन द फ्लोर आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके दिखाना पड़ेगा डिस्को में जब ये गाना बजेगा ऑन द फ्लोर आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके दिखाना पड़ेगा और रजनी फैंस डोंट मिस द चांस और रजनी फैंस डोंट मिस द चांस नाइटी क्लब में आया मैं तो मुझको रोकेगा कौन और गाय को मेरा मूड में डांस करेगा किसी का डैडी से नहीं डरेगा जिसको जो भी है करना वो कर लो इधर ही मैं हूँ खड़ा पकड़ लो घर पे जाके तुम गूगल कर लो मेरे बारे में विकिपीडिया पे पढ़ लो मुस्सा है कौन Oh baby yes I'm a dog नहीं मिलेगा मुस्सा go find it don't anger me mind it अरे मेरे जैसे डांस किसको आता है कोरियोग्राफर को मैं ही सिखाता है वो घर पे आता है मुझसे सीख जाता है मुझसे सीख के वो लोगों को सिखाता है पूछों को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के पूछों को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के और रजनी फैंस डोंट मिस द चांस और रजनी फैंस डोंट मिस द चांस Yo honey singer King Khan Chennai Express അപ്പോൾ ഈ ഡാൻസ് പെർഫോമൻസ് ബൈ സ്റ്റുഡൻസ് ഓഫ് രംഗസൃഷ്ടി ദ ഡാൻസ് ഫ്ലോർ ഓഫ് കിഡ്സ് വേൾഡ്. കിഡ്സ് വേൾഡിലെ പിള്ളേരാണ്
കളിച്ചത്. Awesome. നല്ലൊരു കൈയടി. Congratulations everyone. അയ്യോ ഞങ്ങൾക്ക് സങ്കടം വന്നിട്ട് വയ്യല്ലോ. മോനെ പേടിക്കണ്ട കേട്ടോ, ജീവിതത്തിൽ ഇതിലും വലുതെന്തോ വരായിരുന്നതാണ്. നമുക്കറിയല്ലേ പ്രേതങ്ങൾ കരയുന്ന നാണക്കേടാണ്. അയ്യോ വാ വാ വാ. മുള്ളവരെ പേടിപ്പിക്കാൻ പറ്റുമോ? ഒന്ന് പൊട്ടിച്ചിരിച്ച്. നാണമുള്ള പ്രേതം. Next contestant. എൻ്റെ അമ്മോ, ഇവിടെയൊക്കെ തൂത്തുവാരിക്കൊണ്ട് പോകും. ഓക്കേ, വല്ലതും പറയാനുണ്ടോ? എന്താ പറയണ്ടേ? I am the evil spirit. അടിപൊളി. ഒന്നുകൂടി ചിരിച്ചേ. ഒരു ചിരി. വെരി ഗുഡ്. എന്റെ അമ്മോ, ഇതെന്തത്? എന്തത്? കാടോ? കാടും പടലേക്കായിട്ട് വരുന്നുണ്ട്. പറക്കും തളികയില് ബസ് വന്ന പോലെ. കാട്ടിലെ പ്രേത. ജഡ്ജസ് അടുത്തേക്ക് ചെന്നു. അവരെ പോയി പേടിപ്പിക്ക്. ഞങ്ങളിങ്ങനെ വടിയൊക്കെ എടുത്ത് ഇങ്ങനെ പേടിപ്പിക്കണ്ട്. ഇതാരാ പഠിപ്പിച്ചെന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് ആരാ പഠിപ്പിച്ചെന്ന്? ഹിന്ദി ടീച്ചർ. അങ്ങനെ ഗംഗ, എനിക്കിത് കാണുമ്പോൾ പ്രേതത്തിനല്ലേ ഓർമ്മ വരുന്നത്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ കള്ളനും പോലീസും കളിച്ചാണ്. തൊപ്പി വെച്ചിട്ട് ഇതെന്ത് പ്രേതവാ? ഇതാണ്. ഇത് പ്രേതമല്ല. ഇത് പ്രേതമല്ല. അല്ല, കാട്ടിലെ പ്രേത. സത്യമായിട്ട് കാട്ടിലെ പ്രേത. മോള് പറ, ഇത് പ്രേതമാണോ? മോളെ 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 എന്താ ഇത്? Thank you so much. Chess number 42 on the stage. The Spider-Man. Is this Spider-Man? Who are you? You are Spider-Man. സ്പൈഡർമാന്റെ അമ്മയുടെ ശ്രദ്ധയ്ക്ക് സ്പൈഡർമാൻ ചൊറിയുന്നുണ്ട്. അയ്യോ, സ്പൈഡർമാൻ ചൊറിയുന്നുണ്ട്. ദയവ് ചെയ്ത് വരണം സ്പൈഡർമാന്റെ അമ്മ. അപ്പൊ ഒന്ന് റൗണ്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടോ? സ്പൈഡർമാൻ ഇപ്പോ പേടിച്ച് കരയുവേ. ഓടിക്കോ, ഓടിപ്പോയി റൗണ്ട് ചെയ്തിട്ട്. അയ്യോ, പേടിപ്പിച്ച് ഇപ്പോ കരയുവേ. അവിടുന്ന് വേഗം ഓടിപ്പോക്കോ, അല്ലെങ്കിൽ പേടിപ്പിക്കും. ഓടിക്കോ, റൗണ്ട് ചെയ്ത് ഓടിപ്പോക്കോ. ഞങ്ങൾ നടന്നേ പോവുള്ളൂ. ക്രിക്കറ്റിലെ പുലിയാണ്. അതെ. മോള് കണ്ടിട്ടുണ്ടോ പ്രേതങ്ങൾ ക്രിക്കറ്റ് കാണാറുണ്ടോ? വേണ്ട, പല്ല് തെറിക്കും. പഠിപ്പിക്കൂ. ഓടിപ്പോയി പേടിപ്പിച്ചോ, ഓടിക്കോ. പേടിപ്പിച്ചോ, ഓടിക്കോ. കഴിഞ്ഞോ? പേടിപ്പിച്ചു കഴിഞ്ഞോ? പാവം, നടക്കാൻ പോലും വയ്യ പാവത്തിന്. മോനെ, ഇത് എവിടെ വെച്ച് അപകടം പറ്റിയതാ? തൃപ്പൂണിത്തുറയാണോ അതോ വയറ്റിൽ വെച്ചാണോ? കെട്ടിയിരിക്കൊന്നും പറയാണ്ടിരിക്കാനായിട്ട് പിന്നെ എങ്ങനെ വെച്ച് പറയണത്? പഴത്തിന്റെ തൊലി പൊളിക്കുന്ന പോലെ ഇത് പൊളിച്ചെടുക്കണം. അല്ല, മിണ്ടി ആൾക്കാർ ചിരിക്കുമെന്ന് വിചാരിച്ചാ പേടിപ്പിക്കത്തിന്.
എന്ത് പറ്റിയതാ? ഒന്നും പറ്റിയില്ല. അമ്മ കാണിച്ചു വെച്ചതാണ് ഇതൊക്കെ. അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചോ? പക്ഷെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. കാരണം നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ല കൈഡി കൊടുക്കാം. നല്ലൊരു കൈഡി. ഒറിജിനാലിറ്റി. Anyways, thank you. Next. Okay, 48 on the stage. ചെല്ല്, ചേട്ടന് പോക്കോ. ചേട്ടൻ അനിയത്തിനെ കൊണ്ട് വന്നിരിക്കുകയാണ്. അനിയത്തി അല്ലെന്ന് ചമ്മിനി. ഹായ്. മോനാണോ ഇതിന്റെ ആർട്ട് ഡയറക്ടർ? മോനാണോ ഇത് അനിയത്തി ഒരുക്കിയത്? അല്ല. പിന്നെ ആരാണ്? ജാൻഡി. ജാൻഡി. Oh, where is Jandy? Anyways, thank you, auntie. മോളെ എന്നാ പറയാതവാ? അവാർഡാ. Stage 49. എന്ത് പറ്റിയതാ മോനെ ഇത്? ഒരാള് വെടിവെച്ചതാ. വെടിയൊക്കെ ഇപ്പൊ ഇങ്ങനെയാണോ കൊള്ളുന്നത്? ആണോ? വലിയ ഉണ്ടയൊക്കെ ഉണ്ടോ? എപ്പോഴായിരുന്നു മരിച്ചത്? ഒരു 2003. 2030 കുഴപ്പമില്ല. നേരത്തെ ഭാവിയിലേക്ക് മരിച്ചേക്കാണ്. വെരി ഗുഡ്. Anyways, thank you so much. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് റെഡി അല്ലേ? 50 റെഡിയാണ്. 50 ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ കുട്ടി കരയാണ്. കുട്ടിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് 50 മാത്രമേ വരുന്നുള്ളൂ. ലെറ്റ്സ് വെൽക്കം. 50ക്ക് എന്തൊരു ഒരു ക്ലാപ്പ് കൊടുത്ത് എല്ലാവരും. എന്തെങ്കിലും റൗണ്ട് ചെയ്ത് വെക്കോ. അവൻ ഇതിലേ പോവും. 50ക്ക് ഭയങ്കര നാണം. ഓ, അടിപൊളിയായി പോയി. എക്സ്പെക്ട് ചെയ്ത സമയത്തൊന്നും പേടിപ്പിച്ചിട്ട് പോയി. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പറഞ്ഞിട്ട് പോയി. നെക്സ്റ്റ് 51. 51 യെസ്, ദേ വന്നു അവിടെ. 51 ഇവിടെ വിളിച്ചിരിക്കണായിരുന്നാ? ബാ, കസേര കയറിയിരിക്കണ്. ഇവിടെ എന്തൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതെ. ഓ, അങ്ങനെ ഇത് മൊത്തത്തിൽ സെറ്റപ്പ് ആയിരുന്നു ആക്ച്വലി. ഓ, അവൻ ശരിക്കും സ്പൈഡർമാൻ തന്നെ. wow, nice. വെള്ളം നിധിയാണ്. ഓരോ തുള്ളിക്കും ജീവന വിലയാണ്. പറയാവോ? ഓർക്കെ. വെള്ളം നിധിയാണ്. ഓരോ തുള്ളിക്കും ജീവന വിലയാണ്. ഓ, വെള്ളം നിധിയാണ്. ഓരോ തുള്ളിക്കും ജീവന്റെ വിലയാണ്. വെരി ഗുഡ്. നല്ല സന്ദേശം കൊടുത്തിരിക്കുകയാണ്. Okay, next is number 52 on stage. ഹാലോവിൻ ഇത് ഫെയറി അല്ല, ഹാലോവിൻ ഫ്രൂട്ടാ, സ്ട്രോബെറി. ഒരു വയസ്സുള്ള, അതുകൊണ്ടാണ് ഇത്ര വാശി. സ്മോൾ ഫ്രൂട്ട്. എനിവേസ് വെരി ഗുഡ് അറ്റംപ്റ്റ് ചെയ്തു. വെരി നൈസ്. 54 ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. 54. നമോ ചെന്നു. നമ്മുടെ രാജേഷ് സാറിനൊക്കെ പേടിപ്പിച്ചിട്ട് വാ. ചെല്ലു അവിടെ. ഇവിടെ അവിടെ ഇവിടെ ലവിടെ. ചിരിച്ചപ്പോ സാറ് ചിരിച്ച് പേടിപ്പിച്ചു. അവളാകട്ടോ ചിരിച്ചു പേടിപ്പിച്ചു കുട്ടി. നാഗവല്ലി വയസ്സായതല്ലേ? 55 on stage. ഓ, ഇത് ഭയങ്കര ന്യൂ ജനറേഷൻ പ്രേതമാണ്. ഇറ്റ്സ് നോട്ട് പ്രേതം, സ്പൈഡർമാൻ. ന്യൂ ജനറേഷൻ സ്പൈഡർമാൻ.
സ്പെക്സ് ഒക്കെ ഉണ്ട്. പൊക്കോ ചെല്ല്. അവിടെ 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 പോയി പേടിച്ചിട്ട് വാ. ഞങ്ങൾക്കും നാണോന്ന്. എന്തൊരു നാണോ. വാ കൊണ്ടുപോണം അങ്ങോട്ട്. വാ. മിസ്റ്റർ സ്പൈഡർമാൻ, വായിൽ വിരലിടുന്നത് നല്ല സ്വഭാവമല്ല. സ്പൈഡർമാർക്ക് നാണക്കേടാണ്. ഡോണ്ട് റിപ്പീറ്റ്. ഓക്കെ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഈ പരിപാടി. കാരണം കൊച്ചു കുട്ടികളുടെ തമാശകൾ ചേർന്നുകൊണ്ടുള്ള കുറച്ച് നല്ല ഫാൻസി ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല ഇന്നല്ലേ. ഒരു നല്ല നിമിഷമായിരുന്നു നമുക്ക് എല്ലാം. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടിപ്രേതങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവരെ അണിയിച്ചൊരുക്കിയ പ്രിയപ്പെട്ട അമ്മമാർക്കും. കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടിനാളിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയൊന്നും ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് പോരുന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് ചെന്ന് എന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ ഭാഗ്യവന്മാരാണ്. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരുക്കി ഫാൻസി ഡ്രസ്സിനും മറ്റെല്ലാത്തിനും കൊണ്ടു നടക്കുന്നു. ഭയങ്കര കെയർ കിട്ടുന്ന ഒരു തലമുറയാണ് നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കൊച്ചി ടി വിയുടെ സിംഗുവിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈ സിംഗുവിനകത്തേക്കുന്നത് എപ്പോഴും ഒരാൾ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം അല്ലേ? അതെ. പാവം മുഖമില്ലാത്ത ആ കലാകാരനും എൻ്റെ. പക്ഷെ കുഴപ്പമുണ്ട്, പുള്ളി പുറത്ത് ഇതൊക്കെ മാറ്റിയിട്ട് നിന്നത് ഞാൻ സിംഗു എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറയത്തില്ലേ. അതുകൊണ്ട് ഇടയ്ക്ക് സിംഗുവിൻ്റെ മുഖവും പുറത്ത് കാണിക്കണം എന്നാണ്. അപ്പോൾ വളർന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട അവതാരകർക്കും എല്ലാവിധ ആശംസകളും തരും. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും ഈ പാർട്ടിസിപ്പേഷൻ വന്ന കുട്ടികളെല്ലാവരും ഈ നാട്ടുകാരാണല്ലേ? അതായത് എൻ്റെ അയൽവക്കംകാരാണ്. ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എപ്പോഴും നമ്മളങ്ങനെ ഇവിടെ വന്ന് അരിമുളകും ഉപ്പും ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പം നമ്മുടെ അയൽവക്കത്തുള്ള കുഞ്ഞുങ്ങളുടെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇവിടെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് മാർക്ക് ഇട്ടതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത്രയും ചെറിയ കുട്ടികളായതുകൊണ്ട് ആദ്യത്തെ എഫേർട്ട് പേരൻസിൻ്റെ ആണെന്നറിയാം. മേക്കപ്പ് ചെയ്ത് അത് അവരെ ഇതിനു വേണ്ടി തയ്യാറാക്കി ഒരു സൺഡേ കിട്ടിയപ്പോൾ ഇവിടെ വരെ കൊണ്ടുവന്ന് അപ്പം ആദ്യത്തെ അവരുടെ ഗെറ്റപ്പിന് മാർക്ക് ഇട്ടിട്ടുണ്ട്. പേരൻസിൻ്റെ ആ ഒരു എഫേർട്ടിനെ ഞങ്ങൾ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. രണ്ടാമത് കുട്ടികളുടെ ഒരു പ്രസൻറ്റേഷൻ. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന കാലം മുതലേ ടി വിയും ഇതേപോലെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ കണ്ടിട്ട് അവർക്കൊരു എപ്പോഴും നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരുടെ ഒരു പ്രസൻറ്റേഷൻ, പിന്നെ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ പ്രസൻസ് ഓഫ് മൈൻഡ്. ഒരു കുട്ടിയുടെ വീണെങ്കിൽ പോലും അവനെ വീണു എന്ന് നമ്മളയ്യോ എന്ന് വെച്ച് ഒരു നിമിഷം പോലും അയാൾ അതിലേക്ക് പോവാതെ വേഗം എഴുന്നേറ്റ് ആ ക്യാരക്ടറായിട്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരിലേക്കും വന്നു. അങ്ങനെയുള്ള പ്രസൻസ് ഓഫ് മൈൻഡ്, പിന്നെ അവരുടെ ഒരു ഇംപ്രമൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ഇട്ടത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം പേരൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി അവരുടെ ആക്ടിവിറ്റീസും അവരുടെ ആ സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലേക്ക് വരാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം അതിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ 56-57 പ്രസൻറ്റേഷനുകളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നല്ല പ്രസൻറ്റേഷൻ, ഇത്രയും ക്രൈറ്റീരിയ നോക്കിയിട്ട് തന്നെയാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ഇത് വലിയൊരു എഫേർട്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാർക്കിംഗ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഞങ്ങളിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് കുഞ്ഞുങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിച്ചിട്ട് അതാണ് അംഗീകരിക്കണം. റിസൾട്ട് എന്തായാലും അറിയിക്കുകയാണ്. ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും എന്താണ് ഇദ്ദേഹത്തെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ജനറേഷന്റെ ഹീറോ ആണ്. നമ്മളുടെ മുമ്പിൽ, നമ്മളുടെ മനസ്സിൽ സിനിമയും ക്രിക്കറ്റുമാണ് ഏറ്റവും അധികം ആരാധകരുള്ള കാറ്റഗറി. ഈ രണ്ട് കാറ്റഗറിയിലും അദ്ദേഹത്തിൻ്റെതായ മികവ് പുലർത്തിക്കൊണ്ട് വരുന്ന, നമുക്കൊരു പ്രോമിസിങ് പേഴ്സൺ ആയിട്ട് വരുന്ന, നാളെ നമ്മൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന ഒരു മലയാളി. ആ രീതിയിൽ തന്നെ ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്യാണ്, പ്രസന്റ് ചെയ്യാണ്. സർ, ഞങ്ങളുടെ എല്ലാവരും പ്രണയ നായകനാണ് സർ. സാറിന് എന്താണ് പറയാനുള്ളത്? ഇത്രയും കൊച്ചുകുട്ടികളെ ഇങ്ങനെ അലങ്കരിച്ച് ഒരുക്കിക്കൊണ്ട് വന്ന മാതാപിതാക്കന്മാർക്ക് നമുക്ക് ആദ്യം ഒരു കയ്യടി കൊടുക്കണം. ഇറ്റ് വാസ് എ പ്ലഷർ ബീയിങ് ഹിയർ. ശരിക്കും വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു. എന്താണേലും കൊച്ചുകുട്ടികളെ
ചെറിയ കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യു ഫീൽ ഗുഡ്. ജോയ് ചേട്ടനൊക്കെ തന്നെ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ച്വലി പേടിച്ചിരിക്കുകയാണ് അത്. താങ്ക് യു എല്ലാ കൊച്ചുകുട്ടികൾക്കും, എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. വിഷ് യു വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. ഈ 56-57 പേരിൽ നിന്ന് ഈ 10 പേരെ ഒന്ന് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്കും അറിയാം ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു 10 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ 5 പേരുടെയും മാർക്കും പറയുന്നുണ്ട്. ശരിക്കും 1/2 മാർക്ക് 1 മാർക്ക് എന്നൊക്കെ ഉള്ള ഒരു ഡിഫറൻസ്, അതൊന്നും ഒരു ഡിഫറൻസ് അല്ല. അതുകൊണ്ട് ഇവരെല്ലാരും വിന്നേഴ്സ് ആണ്. എല്ലാവർക്കും നമുക്കൊരു വലിയ ക്ലാപ്പ് കൊടുക്കാം. നല്ലൊരു കൈയടി. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അക്ഷിത. അക്ഷിത ചെസ് നമ്പർ 7. എന്നെ പേടിപ്പിച്ചു അക്ഷിത. അക്ഷിതക്ക് എന്നെ കിട്ടിയില്ലേ? എന്നെ പേടിപ്പിച്ചു. അക്ഷിതയുടെ കണ്ണുകളിൽ ഒരു നല്ല ഫീൽ ഉണ്ടായിരുന്നു. സീരിയസ്ലി എനിക്കത് ശരിക്കും കാവ്യാത്മകമായി പറയാൻ തോന്നി. നല്ലൊരു ഒരു അകാലത്തിൽ പൊഴിഞ്ഞുപോയ ആരുടെയോ ഒരു ഫീൽ, ഒരു സോൾ, അത് നന്നായിട്ട് അക്ഷിത കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും റൗണ്ട് ചെയ്ത് വന്നു. തിരിച്ചിവിടെ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്നപ്പോഴും ഒക്കെ ആ കുട്ടിയുടെ മുഖത്ത് ആ സെയിം ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ആർട്ടിസ്റ്റാണ് അക്ഷിതയ്ക്ക്. എല്ലാവിധ ആശംസകളും എല്ലാ ഭാവുകങ്ങളും. എനിക്ക് ആദ്യമേ എൻ്റെ മേക്കപ്പ് മാനോടാണ് നന്ദി. ഓ വെരി ഗുഡ്. ഓക്കെ, മേക്കപ്പ് നന്നായി ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ഞങ്ങൾ പറഞ്ഞല്ലോ. വേദിയിലേക്ക് വിളിച്ചോട്ടെ? ഓ ഷുവർ. അനീഷ് അങ്കിൾ, ഒളിച്ചിരിക്കുന്ന അനീഷ് അങ്കിൾ. ഓ ഒന്നും പ്രൊഫഷണൽ മേക്കപ്പ് മാനാണോ? ഓ വെരി ഗുഡ്. നല്ലൊരു കൈയടി. എനിവേസ് താങ്ക് യു സർ. താങ്ക് യു. അനീഷ് അങ്കിളുടെ കോൺട്രിബ്യൂഷന്റെ ഒപ്പം തന്നെ മോളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത്രയും ആ സെക്കൻഡ്, ആ മിനിറ്റുകൾ, ആ ഫീല് അങ്ങനെ നിലനിർത്തി വന്നതിൽ കേട്ടോ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Congratulations. Okay.